ഞാൻ നിങ്ങൾക്കൊരു സാധനം പരിചയപ്പെടുത്തി തരാം. കമോൺ. ഇവിടെ നമ്മളൊരു ടെൻറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ടെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ലൈറ്റൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടൊരു ചെറിയൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ വെച്ച് തന്നെ കംപ്ലീറ്റ് എല്ലാം കെട്ടി മുറുക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഓല അപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഓല മെടഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ട് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് കംപ്ലീറ്റ് കെട്ടാൻ പോകണം. ഈ സൈഡും ആ സൈഡും ഓല കെട്ടാൻ പോകണം. എന്നിട്ട് രാത്രി ലൈറ്റ് കൊടുക്കുമ്പോൾ അടിപൊളി ഒരു സെറ്റപ്പ് ആകും. അത് ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ രണ്ട് സൈഡ് ഓല കിട്ടുകയാണ്. അതായത് ഇത് താഴെ വെച്ചുകൊണ്ട് തന്നെ ലെവൽ ചെയ്ത് കെട്ടി മുറുക്കി റെഡിയാക്കിയിട്ട് ഇനി ഇവിടെ വെച്ച് തന്നെ ഓലെല്ലാം കെട്ടി സെറ്റാക്കിയിട്ട് ഈ ഒരു പോർഷൻ നേരെ ലിഫ്റ്റ് ഇത് മേളിലോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് കെട്ടി മുറുക്കാം. അപ്പോഴത്തേക്കും ഇത് മുകളിലോട്ട് ആകും. അപ്പോൾ ഏതായാലും ഇവിടം വരെ വർക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കവിടെ ഓലയുടെ ഒരു നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ആ ഒരു ഓരോ പോർഷനായിട്ട് ചെയ്യണോ കാണിച്ചിട്ട് നമുക്ക് ലാസ്റ്റത്തെ ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കമ നമുക്ക് ഇവർ ഓല മെടയുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പണ്ടൊക്കെ വീട് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതുപോലെ ഓല കൊണ്ടായിരുന്നു. മുകൾ ഭാഗവും സൈഡും എല്ലാം ഓല കൊണ്ട് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓല കീറി വെള്ളത്തിലിട്ട് അത് പിന്നീട് കീറിയെടുത്ത് നമ്മൾ ഇതുപോലെ മെടഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം വെച്ച് കെട്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്ന് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇതുപോലെ എല്ലാ വർഷവും മഴക്കാലത്തിന് മുമ്പ് തന്നെ ഓല കെട്ടുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇവിടെ അച്ഛനും വല്യച്ഛനും അമ്മയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഓലമെടയും അവരൊക്കെ ഒരുപാട് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതുപോലെ തന്നെ സജിത്ത് ഉണ്ട്, അവനും പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചൊക്കെ ചെയ്ത് കറക്റ്റാക്കി ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നര വിട്ട് ഓരോ ഓലയും ഒടിച്ച് നമ്മൾ ഓരോ സൈഡിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ പാകിയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനും ആ കൂട്ടത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പക്ഷേ എനിക്കത്ര വലിയ വശമില്ല. ഈ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇത് മുറുക്കാൻ എനിക്ക് വലിയ പിടിയില്ല. ഇത് മുറുക്കി കൊണ്ട് ടൈറ്റ് ചെയ്യാനാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇതിങ്ങനെ ഒരു പാകിൻ്റെ ലെവലിൽ എത്തിക്കാൻ കുഴപ്പമില്ല. നമ്മൾ മെടയുന്ന ഓല മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഞാൻ എടുത്ത ഓല ഒരു ചെറിയ ഓലയാണ്. കാരണം നമുക്കറിയില്ലാത്തത് കൊണ്ട് ഇനി അഥവാ അത് പോയാലും ഒരു ചെറിയ ഓല അല്ലേ, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓല കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ തീരെ ചെറിയ ഓല എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഒരു പരിധി വരെയൊക്കെ ഞാൻ ഏറെക്കുറെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പം അവർ ചെയ്യുന്നത് നോക്കിയിട്ടൊക്കെയാണ് ഞാനും ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഓല വെച്ച് തള്ളിക്കൊണ്ടിരിക്കും. ഇത് കെട്ടടക്കോ മേളി? ഇത് കെട്ടടക്കോ? വളരെ വൃത്തിയോടും ക്ഷമയോടും കൂടി ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഓലമെടച്ചിൽ എന്ന് പറയുന്നത്. അപ്പം അത് ഒരുപാട് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തതുപോലെ പോകുന്നതാണ് കേട്ടോ. ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യൂസ് അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല, ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ക്യാപ്ചർ ചെയ്ത് വെക്കുക. അത് പിന്നീട് എനിക്ക് എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നുമ്പോൾ ഈസി ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രധാനം. കാരണം അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മൊമെന്റുകളൊക്കെ ഞാൻ എടുത്തു വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടന്റ് വൈസ് ഇത് വലിയ റീച്ചും കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതൊരു പഴയ ഓൾഡ് സെറ്റപ്പാണ്. ഞാൻ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ട് ഒന്ന് നോക്കി. സജിത്തിന്റെ ഓല നല്ല അടിപൊളിയായിട്ട് ഞാനിപ്പോൾ 3ാമത്തെ സ്ഥലത്താണ് ഇരിക്കുന്നത്. എന്നാലും അത് റെഡി ആയിട്ടില്ല. ഞാനത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്ത് റെഡിയാക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ 2 എണ്ണം വെച്ച് അങ്ങോട്ട് കെട്ടി കഴിയുമ്പോൾ ഈ തുളയൊക്കെ അങ്ങോട്ട് അടഞ്ഞു പോകും. ഇങ്ങനെ ഒരെണ്ണം വെക്കും, ഒരെണ്ണം ഇങ്ങനെയും വെക്കും. സംഭവം ഓക്കെ അല്ല, കാതുകുത്തല്ലല്ലോ. ഇങ്ങനെയാണ് ഓലയുടെ കാത് കുത്തുന്നത് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആ ഓല വളച്ച് അഴിഞ്ഞു പോകാതെ മടക്കി ഇങ്ങനെ കുത്തി കറക്റ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് കാത് കുത്തുക എന്ന് പറയുന്നത്. അപ്പം അതിനങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ഓല നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് വലിയച്ഛനത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവരുടെ അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ചെയ്തെങ്കിലും അവർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ അത് കറക്റ്റായിട്ട് ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇവിടെ അച്ചായൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓലമെടയുന്നുണ്ട്. ഞാനതൊന്ന് സ്പീഡാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഞാനൊന്ന് ഫാസ്റ്റ് ആക്കുന്നത്. ഓരോ ഓലയും കൃത്യമായിട്ട് നമ്മൾ നെയ്യുന്ന പോലെ തന്നെ
വളരെ ശ്രദ്ധയോടു കൂടിയാണ് അവരത് ചെയ്യുന്നത് കേട്ടോ. ഇത് ശരിക്കും 2-3 ദിവസങ്ങൾ കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാനത് എഡിറ്റ് ചെയ്ത് വെച്ച് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓലയെല്ലാം ഉണങ്ങിയതിന് ശേഷം നമ്മൾ വെച്ച് കെട്ടാനുള്ള പാകത്തിനാക്കിയിട്ടുണ്ട്. കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓലയാണ് ഇപ്പോൾ കണ്ടിച്ചെടുത്തത്. അത് വെയിലത്തിട്ട് നമ്മൾ വാട്ടിയാണ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് വളഞ്ഞ് ഓല പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് ഈ വാരിയിലേക്ക് വെച്ച് കെട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ പരിപാടികളെല്ലാം തന്നെ നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. കുട്ടികളാണെങ്കിലും ഇതിൽ സഹകരിക്കുന്നുണ്ട്. കാരണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ കുട്ടികളെയും ചേർത്താണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ലെവൽ കറക്റ്റ് സംഗതി ലുക്കായിട്ടുണ്ട്. സത്യത്തിൽ ഇത് അവരുടെ കളിസ്ഥലമാണ്. അവർ കളിക്കുന്ന സ്ഥലത്താണ് കയറി നമ്മളിത് കെട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അവർക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എടുത്ത് ഇതേ കെട്ടിയ ഓല തിരിച്ചെടുക്കുന്നത്. അത് കുഞ്ഞ ഓല എന്നാ വേറെ വലുത് ഇത് വെയിലത്ത് കിടന്ന് ഇങ്ങനെ ആയോ 2 ദിവസം. മനുഷ്യന്റെ അവസ്ഥ അന്നേരം ഈ ചെറുതും വല്ലതും നോക്കി എടുക്കാൻ മേല. അത് പറ്റിയല്ലേ? നല്ല ശരിയായില്ലേ? പണ്ടൊക്കെ എല്ലാ വീടുകളും ഇതുപോലെ ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നുള്ളത്രയും ചൂടില്ല. വളരെ നല്ലൊരു ക്ലൈമറ്റിലാണ് നമ്മളെയൊക്കെ കുട്ടിക്കാലം. പക്ഷെ ഇന്ന് ചൂട് നമുക്ക് ആർക്കും താങ്ങാൻ പറ്റുന്നതിലും മുകളിലാണ് എല്ലാ രീതിയിലും ക്ലൈമറ്റ് പോകുന്നത്. അത് മഴയാണെങ്കിലും ചൂടാണെങ്കിലും എല്ലാം തന്നെ ഹെവി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് ശരിക്കും ഈ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു ടെൻറ്റ് നമുക്കെല്ലാവർക്കും വൈകുന്നേരം ലൈറ്റൊക്കെ ഇട്ട് വർത്താനം പറഞ്ഞിരിക്കാനും പകൽ സമയങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ വളരെ അനുയോജ്യമായ ഒരു സംഭവമായിരിക്കും. അങ്ങനെ ഒരാഴ്ചയോളം എടുത്തിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് നമ്മളുടെ ആ ഒരു ടെൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ഓല കംപ്ലീറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓല കൊണ്ട് തന്നെ കമത്തോട് പോലെ തന്നെ റെഡിയാക്കി നമ്മളതിൽ കുത്തി സൂചി പോലുള്ള സാധനം കൂർപ്പിച്ച് കുത്തി റെഡിയാക്കി മഴ പെയ്താൽ നനയാത്ത രീതിയിലോ വെയിൽ വന്നാൽ വെയിലടിക്കാത്ത രീതിയിലോ ഒക്കെ സെറ്റപ്പാക്കി നമ്മൾ ചെയ്യും. ഒരു സൈഡ് മതി അങ്ങനെ? അല്ല അതിന്റെ ഇതിന്റെ ഒരു സൈഡ് മതി. ഇതിപ്പോൾ എന്തിനാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. മുകളിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2 ഓലകൾ കറക്റ്റായിട്ട് വെച്ച് നമ്മളൊരു മടൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വടി വെച്ചിട്ട് കറക്റ്റായിട്ട് അത് ഒടിച്ച് നിവരാത്ത രീതിയിൽ തന്നെ ചെയ്ത് അത് മുകളിൽ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് സൂചി കൊണ്ട് കുത്തി ഉറപ്പിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നീട് അത് അനങ്ങാതെ അവിടെ ഇരുന്നോളും. മഴ വന്നാലും അത് നനയാതെ തന്നെ സേഫാക്കി ഇരുന്നോളും. ഈ പരിപാടികളെല്ലാം തന്നെ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ വലിയ ഓർമ്മകളാണ്. ഇതൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാരി അങ്ങ് എടുത്ത് വാരി വേണ്ട എന്നാങ്കിലും മറന്നു കിടക്കണം.
എത്താഴി കണ്ടോ നിങ്ങൾക്ക് മോളിൽ നിന്ന് കുത്താനായിട്ട് ഒന്ന് ഒതുക്കി പിടിച്ചായിരുന്നേ കൊള്ളായിരുന്നു. അവിടെ ഇല്ല ഞാൻ പറയാം അത് നോക്കി പിടിക്കണേ. പൊറോട്ട വലിച്ചാ ഏത് നേരെ വെക്കണം അതിന് കൈ വെക്കണം ഈ നേരം ഈ നേരം ഈ നേരം ഈ നേരെ ഈ ഓല ഇങ്ങോട്ട് എത്തിച്ചില്ല ആ കൊത്തിക്കോ 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 ആ മതി മതി പോരെ. ഓരോ ഓല കൊണ്ടിട്ടില്ല കുഴപ്പമില്ല. അല്ല അത് നമുക്ക് വാതിൽ പൊറോട്ട വലിച്ചു. ചൈനീസ് തൊപ്പി പോലെ രണ്ടോ കൊത്തല്ല ഈ നേരെ ആ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണാം. ആരാ പൊട്ടിച്ചത്? വളരെ പകുതി എവിടെ പൊട്ടിക്കിടക്കുന്നത്? ആരാ പൊട്ടിച്ചത്?